ഉത്തമനായ ഒരു പുത്രനു വേണ്ടി തപസ്സു ചെയ്ത മൃഗണ്ടു എന്ന മുനിയുടെ മുന്നിൽ ശിവൻ പ്രത്യക്ഷപ്പെട്ട്, നിനക്ക് 16-ാമത്തെ വയസ്സിൽ മരിച്ചു പോകുന്ന ഉത്തമനായ പുത്രനെയാണോ അതോ ദീർഘായുസുള്ള മടയനും കൊള്ളരുതാത്തവനുമായ പുത്രനെയാണോ വേണ്ടതെന്ന് ചോദിച്ചു. ഒട്ടും സംശയിക്കാതെ ഉത്തമനായ പുത്രനെ മതിയെന്നാണ് മുനി ആവശ്യപ്പെട്ടത്. അങ്ങനെ ജനിച്ച തന്റെ പുത്രനെ മാർക്കണ്ഡേയൻ എന്ന് മുനി പേരിട്ടു. ബാല്യത്തിൽ തന്നെ ബുദ്ധിമാനായ മാർക്കണ്ഡേയൻ വേദങ്ങളും ശാസ്ത്രങ്ങളും മനഃപ്പാടമാക്കി. അങ്ങനെ 16-ാമത്തെ വയസ്സ് തികയുന്ന ദിവസം സാക്ഷാൽ യമദേവൻ തന്നെ മാർക്കണ്ഡേയനെ കൊണ്ടുപോകാനെത്തി. ശിവഭക്തനായ മാർക്കണ്ഡേയൻ തന്നെ രക്ഷിക്കണേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ശിവലിംഗത്തിൽ കെട്ടിപ്പിടിച്ച് അങ്ങനെയിരുന്നു. എന്നാൽ ശിവലിംഗത്തെയും മാർക്കണ്ഡേയനെയും ലക്ഷ്യമാക്കി യമൻ പാശമെറിഞ്ഞു. അന്നേരം കോപത്തോടെ ശിവൻ പ്രത്യക്ഷപ്പെടുകയും യമനെ വധിക്കുകയും ചെയ്തു. ശിവന്റെ അനുഗ്രഹത്താൽ പിന്നെയും 10 കോടി വർഷം മാർക്കണ്ഡേയൻ ജീവിച്ചു അത്രേ.